രാത്രി 12 മണിയായപ്പോഴത്തേക്ക് രണ്ടവന്മാരും കൂടെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് എന്നെ. വേറൊന്നുമല്ല, അവന്മാർക്ക് വിശപ്പിൻ്റെ വിളി അങ്ങ് സഹിക്കാൻ വയ്യെന്ന്. അപ്പോൾ ദോശ ചുട്ട് കൊടുക്കാമെന്ന് വെച്ച്. മാവ് എപ്പോഴും സ്റ്റോക്കുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ദോശമാവ് എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി കുറച്ച് തേങ്ങ അങ്ങോട്ട് തിരുമ്മി, പിന്നെ കുറച്ച് പൊട്ടുകടല ഉണ്ടായിരുന്നു, പിന്നെ ആ പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ടു. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ചമ്മന്തി അരച്ചു. കടുകൊന്നും വറുക്കാൻ പോയില്ല. അവന്മാരുടെ ക്ലബിൻ്റെ 45-ാം വാർഷികത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി നടന്നതുകൊണ്ടാണ് ഈ രാത്രി കാലത്ത് ഇങ്ങനെ കയറി വന്നത് കേട്ടോ. പിന്നെ ഈ ചപ്പാത്തിയും നമ്മളെ ഏത്തയ്ക്കൊക്കെ ചുട്ടതിന് ശേഷം ദോശ എടുത്താൽ ദോശക്കല്ലിൽ നിന്ന് ദോശ ഇളകി വരത്തില്ലെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ശരി തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചപ്പാത്തിയൊക്കെ ചുട്ടതിന് ശേഷം ഇച്ചിരി എണ്ണ തടവി അങ്ങോട്ട് നല്ലതുപോലെ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ദോശ ചുടുന്നതിന് മുമ്പേ നമ്മൾ ഇച്ചിരി എണ്ണ അങ്ങോട്ട് ദോശക്കല്ലിൽ ഇട്ടിട്ട് അതിലേക്ക് സവാള അങ്ങോട്ട് കീറിയിട്ട് സവാള നല്ലതുപോലെ തടവിയാൽ നല്ലതുപോലെ ദോശ ഇളകി വരും. അപ്പോൾ വേറൊരു പ്ലേറ്റിൽ മൂത്ത മോനും കൂടെ ദോശ ചുട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ദോശ വായിലിട്ട് തരുന്നുണ്ട് കേട്ടോ. ഇനി പോകാനുള്ള